പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാനായി വലിയ രീതിയിലുള്ള PR വർക്കുകൾ നടക്കുന്നു എന്ന് വിമർശനമുണ്ട്. അദ്ദേഹത്തെ വെള്ളപൂശുകയാണ്. ഇപ്പോൾ പിണറായി വിജയനെ വെള്ളപൂശാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹവുമായുള്ള അഭിമുഖം ഉടൻ തന്നെ വരും. അതിൻ്റെ ചില ഭാഗങ്ങളെല്ലാം മോഹൻലാൽ തൻ്റെ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ മോഹൻലാൽ വന്ന് വെള്ളപൂശിയാൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ സ്വീകരിക്കുമോ? ഒരാൾ സിനിമാ നടൻ, മറ്റേയാൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അഭിനയമാണ് മുഴുവൻ, സിനിമയിലല്ല എന്ന് മാത്രം. പക്ഷെ ഇത് നാളെ അഭ്രപാളികളിൽ ഉണ്ടായിക്കൂടായില്ല. നാടോടിക്കാറ്റിലെ കഥാപാത്രമാണ് മോഹൻലാൽ. അതിൽ ദാസനും വിജയനുള്ള കഥാപാത്രങ്ങളായിരുന്നു ഏറ്റവും പ്രധാനം. ഇത് മറ്റൊരു വിധത്തിലുള്ള ദാസനും വിജയനാണെന്നാണ് തോന്നേണ്ടത്. ഏതായാലും മോഹൻലാലിൻ്റെ ജനപ്രീതി അദ്ദേഹത്തിൻ്റെ PR വർക്കിന് എടുക്കുന്നുള്ളത് ശരിയുള്ള രീതിയെല്ലാം തോന്നുന്നു. കാരണം മോഹൻലാൽ എപ്പോഴും ധാർമ്മികമായി ചിന്തിക്കുന്ന ആളാണെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇത്തരം അധർമ്മങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നു എന്നുള്ളത് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എമ്പുരാൻ വന്നപ്പോൾ കുറച്ചുപേരെങ്കിലും ആ ചിന്തയിൽ നിന്ന് പിന്നോട്ട് പോയത്. അതെ, അത് പോയിരുന്നു. അപ്പം അവസരത്തിനൊത്ത് എന്തെല്ലാമോ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി, എന്തെല്ലാമോ നേടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഏത് സിനിമാക്കാരും അതിൽ നല്ലൊരു ഭാഗം മുതിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. കാരണം ഈ കേരളത്തിലെ ഭരണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ശരിക്കും ഒരു ഈശ്വരവിശ്വാസിയായ, ശബരിമല വിശ്വാസിയായ, ആറ്റുകാലമ്മയുടെ വിശ്വാസിയായ, പത്മനാഭൻ്റെ വിശ്വാസിയായ, ഗുരുവായൂരപ്പൻ്റെ വിശ്വാസിയായ മോഹൻലാലിനെ പോലുള്ള ഒരാൾ ഈ വിശ്വാസത്തെ മുഴുവൻ നശിപ്പിക്കാൻ തുനിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വേണ്ടതിൽ മനസ്സിലാക്കാൻ ഇത് ജനങ്ങൾ അംഗീകരിക്കുക. അതുകൊണ്ട് മോഹൻലാൽ ഇദ്ദേഹത്തിൻ്റെ PR വർക്ക് ഏറ്റെടുത്താലും ജനങ്ങൾ അംഗീകരിക്കണമെന്നില്ല. കൈവിടേണ്ട സമയം ജനങ്ങൾ ഇതിനെ കൈവിടും. ഇതൊരു രാഷ്ട്രീയ കാര്യമായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരാണ് ചിന്തിക്കേണ്ടത്. രാഷ്ട്രീയക്കാരാണ് ഇതിന് ഉത്തരം പറയേണ്ടതും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ ഈ പ്രശ്നത്തെ ഏറ്റെടുക്കേണ്ട ആയിട്ടാണ് ഉള്ളത് ശരിക്കും. കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന, കുറച്ചു കാലമായി അത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ, അദ്ദേഹത്തിനോടുള്ള വിശ്വാസത്തെ മോഹൻലാൽ വീണ്ടും ആ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതും, അല്ലാത്ത പക്ഷം ഇദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് ഈ PR വർക്കിന് വേണ്ടി ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്നു, അറിയാതെയോ എന്നുള്ളത് രാഷ്ട്രീയക്കാരാണ് കൈകാര്യം ചെയ്യാൻ. കുറച്ചു നാൾ മുമ്പ് വരെ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ CPM പ്രവർത്തകർ തന്നെ ഈ മോഹൻലാലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ തന്നെ, CPM തന്നെ മോഹൻലാലിനെ കൂടെ നിർത്തുകയാണ്. ഇടക്കാലത്ത് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ, പിണറായിയുടേത് അവാർഡ് കിട്ടിയത് മോഹൻലാലിനാണ്, പക്ഷെ പിണറായിയുടെ വലിയ ഫ്ലെക്സും അതിൽ ചെറിയ ഫോട്ടോ മോഹൻലാൽ, അങ്ങനെ പരിപാടികൾ, ലാലിസം പരിപാടി സംഘടിപ്പിക്കുന്നു. ലാൽസലാം അത് എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇപ്പോൾ മോഹൻലാലിനെ കൂടെ കൂട്ടുന്നത്? കാരണം ഇത്തരം ആൾക്കാരെ മുഴുവൻ കൂടെ കൂട്ടി സർക്കാരിന് പറ്റും. കാരണം സർക്കാർ വൻ പരാജയമാണ്. അപ്പം ഏതെങ്കിലും വിധത്തിൽ മോഹൻലാലിനെ പോലുള്ള കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങൾ മീൻസ് നടന്മാരെ അംഗീകരിക്കുന്ന ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ, ഞാനതിൽ പൈസ കൊടുത്തു അങ്ങനെയൊന്നും പറയുന്നില്ല. ഏതായാലും സിനിമാ നടന്മാരെന്ത് ചെയ്യണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം സാധാരണ, അതൊരു ഭാഗമാണ്. ഇത്തരം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റ് മുഖാന്തരം ധാരാളം സേവനങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അതിനെ രഹസ്യമായിട്ട്
എതിർത്തുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അതിൻ്റെ രഹസ്യമായി വിമർശിച്ച ആളുകളാണ് ഇന്ന് അതേ മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രചരണത്തിന്. അത് CPM മാറിയതാണോ മോഹൻലാൽ മാറിയതാണോ? മോഹൻലാലും CPM രണ്ടും മാറിയല്ലോ, രണ്ടും മാറി. കാരണം CPM ഇദ്ദേഹത്തിന് കയ്യിലെടുക്കാൻ വേണ്ടി അവരിൽ മാറ്റം വന്നു. CPM-മാരുടെ സഹായിക്കാൻ വേണ്ടി, CPM-നെ ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മോഹൻലാൽ ചിലതെല്ലാം മറന്നു. എമ്പുരാൻ സിനിമ പിണറായി വിജയൻ ഓടിയെത്തിയാണ് കണ്ട കുടുംബത്തോടൊപ്പം. അതാണ് പറഞ്ഞത്. അപ്പം ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടു. കുടുംബത്തോടൊപ്പം പിണറായി വിജയൻ ഓടിയെത്തിയതും അതൊക്കെ ഒരു കാരണമാണ്. അപ്പം എങ്ങനെയാണ് ഇത്തരം ആൾക്കാരെ പിടിക്കേണ്ടത്? അത് പാർട്ടി പോളിസി ആയിരിക്കാം. പിന്നെ മോഹൻലാൽ ഇനി അവരുടെ ചിന്താഗതിക്കാരനാണെന്നുള്ളപ്പോൾ നമുക്കറിയാം. നമ്മളൊരു കലാകാരനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്, ഒരു പ്രശസ്തനുള്ള സിനിമാ നടനായിട്ടാണ് കാണുന്നത്. ആ പ്രശസ്തൻ എന്നുള്ള പദം ഇപ്പം ഞാൻ ഉപയോഗിച്ചത് അതിനെയാണ് ഒരു പാർട്ടി മുതലെടുക്കുന്നത്. അപ്പോൾ ഇത്തരം ആൾക്കാരെ കയ്യിലെടുക്കണം. പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ ധാരാളം സിനിമ അറിയപ്പെടുന്ന സിനിമാ നടന്മാരും കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രധാനമന്ത്രി അടുത്ത് വിളിച്ച് അഭിനന്ദിച്ച ആളാണല്ലോ മോഹൻലാൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിച്ചില്ല മോഹൻലാലിനെ. അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം ജനങ്ങൾ അംഗീകരിക്കാനും വേണ്ടി മോഹൻലാലിനെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാ സംസ്ഥാനത്തിലും ഇതേപോലത്തെ സിനിമാ നടന്മാരെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിനിമാ നടന്മാർ രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷെ അതൊന്നും അല്ലാത്ത ഒരാളെ പെട്ടെന്ന് വിളിച്ച്, ചിലപ്പോൾ പെട്ടെന്നല്ലായിരിക്കും, ഇതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ബന്ധങ്ങളുണ്ടാകാം. ഈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം CPM നേതാക്കൾ പറയുന്ന ഇവർ രണ്ടുപേരും തമ്മിൽ സൗഹൃദമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ആ സൗഹൃദത്തിന് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി സൗഹൃദത്തെ ഉപയോഗിക്കണം. സൗഹൃദം എല്ലാവരുമായിട്ടുണ്ടോ? എപ്പോഴും സിനിമാ നടന്മാരുണ്ടോ? സിനിമാ നടന്മാരോട് പ്രശസ്തരാണെങ്കിൽ അവർക്കുണ്ട്. നരേന്ദ്രമോദിക്ക് മോഹൻലാലായിട്ട് ബന്ധമുണ്ട്, അടുപ്പുണ്ടല്ലോ. അങ്ങനത്തെ പലർക്കും ഉണ്ട്. പക്ഷേ ഇതൊരു PR പ്രവർത്തനത്തിന് വേണ്ടി തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ധാരാളം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം, ആ ഭരണത്തിൻ്റെ അത് നേട്ടങ്ങളാണെന്ന് സ്ഥാപിക്കാൻ നടക്കുന്ന ശരിക്കും ഏറ്റവും വലിയ അധർമ്മമല്ലേ? ധർമ്മമാണെങ്കിൽ സ്ഥലം ധർമ്മത്തിൻ്റെ പ്രചരണത്തിന് നിൽക്കട്ടെ. അത് ആരും എന്തെന്നൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട, അതൊന്നും നോക്കണ്ട. പക്ഷെ ചെയ്യുന്നത് മുഴുവൻ അധർമ്മം, പ്രചരിപ്പിക്കുന്നത് മുഴുവൻ കള്ളത്തരം, പദ്ധതികൾ മുഴുവൻ മാറ്റി മറിച്ചുകൊണ്ട് ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് കാട്ടിക്കൂട്ടുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നു. കടത്തിൽ മുങ്ങിയിരിക്കുന്ന കേരളം. ആശുപത്രിയിൽ ഡോക്ടർമാർ മുഴുവൻ സമരത്തിലാണ്. അങ്ങനെ ആരോഗ്യരംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും സർവ്വ സാമ്പത്തിക രംഗമായാലും എല്ലാ രംഗങ്ങളും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിൻ്റെ, ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി PR വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. മോഹൻലാലിനെ കുറിച്ച് ആൾക്കാർക്കുള്ള മനോഭാവത്തിൽ മാറ്റം വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചിട്ട് അപരിചിതനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് രാഷ്ട്രീയം കൂടുതൽ അറിയില്ല. പക്ഷെ നല്ലത് ഒരിതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.